ഹായ്, ഇന്നത്തെ റെസിപ്പി പഴുത്ത ചക്ക കൊണ്ടുള്ള ഐസ്ക്രീമാണ്. ഈസിയായി ഇത് ഉണ്ടാക്കാൻ പറ്റും. നന്നായി പഴുത്ത വരിക്ക ചക്ക എടുക്കണം. ഇതുപോലെ ഉണ്ടാകണം. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. ഇതുപോലെ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദയോ ഗോതമ്പ് പൊടിയോ ആയാലും മതി. അതും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അരക്കപ്പിൽ താഴെയായിരിക്കണം പഞ്ചസാര. പഞ്ചസാര അലിഞ്ഞ ഉടനെ തന്നെ ചക്ക അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കണം. പാല് തിളച്ച ശേഷമാണെങ്കിൽ കട്ട പിടിച്ചു പോകും, അതുകൊണ്ടാണ്. ഇനി നന്നായി മിക്സാക്കി എടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറുകുന്നത് വരെ. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി അതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലവർ ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. കോൺഫ്ലവർ ഇട്ട ശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത്രയും മതി. ഇനി നമുക്കിതും ഓഫ് ചെയ്യാം. നന്നായി ആറിയ ശേഷം മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം, മറക്കരുത്. എന്നിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. എന്നൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം. നന്നായി മൂടി വെക്കാൻ പറ്റിയ ഒരു പാത്രമായിരിക്കണം. ഇനി ഫ്രീസറിൽ ഓവർനൈറ്റ് വെച്ച് കൊടുക്കാം. 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ പകുതി തീർത്തു, അതുകൊണ്ടാണ് ഇത്ര. ഞാൻ അതിലേക്ക് കുറച്ച് സ്പ്രിംഗിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ ചക്ക ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്.